ഞാൻ വരാതിരുന്നതാണ്, വന്നില്ലെങ്കിൽ എനിക്ക് നഷ്ടമായേനെ. ബെറ്റർ ആയിട്ടുണ്ട്. മൊത്തം അറ്റ്മോസും 4Kയും കൂടെ ആഡ് ചെയ്ത് വന്നപ്പോൾ ഒന്നുകൂടെ ആ 4K ഫോർമാറ്റിൽ വന്നപ്പോഴത്തേക്ക് നല്ല രീതിയിൽ തന്നെ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ആസ്വദിക്കാൻ പറ്റി. അടിപൊളിയായിരുന്നു. 4Kയിൽ നല്ല സൂപ്പറായിട്ടുണ്ട് കാണാൻ. മ്യൂസിക് കൊണ്ടൊക്കെ ഗൂസ് ബംപ് ഉണ്ടാകാന്ന് പറയുന്നത് വേറൊരു ഫീലാണ്. അത് പക്കായിട്ട് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്തു. ടോപ്പ് നോച്ച് സൗണ്ട് ക്ലാരിറ്റിയും വിഷ്വൽ ക്ലാരിറ്റിയാണ് സാർ. മുന്നേ കണ്ടതാണ്, അതൊക്കെ മറന്നുപോയി. ഇപ്പോഴും നല്ല സ്റ്റൈല്, മോഹൻലാൽ നല്ല സ്റ്റൈല്. ഞാൻ വരാതിരുന്നതാണ്, വന്നില്ലെങ്കിൽ എനിക്ക് നഷ്ടമായേനെ. ഇപ്പോഴാണ് എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയത്. എന്നാണ്ടതെല്ലാം മറന്നുപോയി. മോഹൻലാലും നല്ല അടിപൊളി. ജയപ്രദാണ് ഇഷ്ടപ്പെട്ടതാണ്. നമ്മൾ പഴയ ഒരു ഫോർമാറ്റല്ല, എല്ലാം പിക്ചറിലും സൗണ്ടിലൊക്കെ ഭയങ്കര വ്യത്യാസം. വേറെ എക്സ്പീരിയൻസ്. സൂപ്പർ, അടിപൊളി. ബെറ്റർ ആയിട്ടുണ്ട്. മൊത്തം അറ്റ്മോസും 4Kയും കൂടെ ആഡ് ചെയ്ത് വന്നപ്പോൾ ഒന്നുകൂടെ മുമ്പ് കുറേ പ്രാവശ്യം കണ്ടിട്ട് പിന്നെ അല്ല അതൊന്നുകൂടെ ട്രിം ചെയ്ത് വന്നപ്പം മൊത്തം ഫുൾ മ്യൂസിക്കലായിട്ടുള്ള മീൻസ് ആദ്യത്തെ ഇനീഷ്യൽ ഫൈറ്റ് സീക്വൻസ് അതൊക്കെ ട്രിം ചെയ്തിട്ട് അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത്. നല്ലൊരു ഫീൽ കിട്ടുന്നത്. തിയേറ്ററിൽ ഞാൻ കണ്ടിട്ടില്ല. ആ സിനിമ തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോഴത്തേക്ക് നല്ലൊരു അനുഭവം തോന്നി നമുക്ക്. ആ 4K ഫോർമാറ്റിൽ വന്നപ്പോഴത്തേക്ക് നല്ല രീതിയിൽ തന്നെ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ആസ്വദിക്കാൻ പറ്റി. പൈസ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര പോലും പ്രായമായിട്ടില്ല, എന്നാലും എനിക്കൊക്കെ ഇത് ഞങ്ങൾക്ക് എല്ലാവരും കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എന്തായാലും അടിപൊളിയായിരുന്നു. 4Kയിൽ നല്ല സൂപ്പറായിട്ടുണ്ട് കാണാൻ. ഇല്ലില്ല, ആദ്യമായിട്ട് പടം കാണുന്നത്. കുറച്ച് ലേറ്റായി ആദ്യം വന്നപ്പോഴത്തേക്കും. ഇപ്പോൾ അടിപൊളിയായിട്ട് നല്ല ഓഡിയോ എക്സ്പീരിയൻസും ഇതൊക്കെ അടിപൊളിയായിരുന്നു. പൊളി. സാർ പറഞ്ഞ പോലെ ഈ പടത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് വെർഷൻ ഇതാണ്. മ്യൂസിക് കൊണ്ടൊക്കെ ഗൂസ് ബംപ് ഉണ്ടാകാന്ന് പറയുന്നത് വേറൊരു ഫീലാണ്. അത് പക്കായിട്ട് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്തു. ടോപ്പ് നോച്ച് സൗണ്ട് ക്ലാരിറ്റിയും വിഷ്വൽ ക്ലാരിറ്റിയാണ് സാർ. സിനിമയിൽ നിന്ന് പല സീൻസ് ട്രിം ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് കുഴപ്പമില്ല. ഒരു തിയേറ്ററിക്കൽ ഇതിലേക്ക് വരുമ്പോഴത്തേക്കും വളരെ നല്ലതാണ്. പക്ഷെ എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ സീൻസും കാണിച്ചിട്ടുണ്ട്. ആ ഒരു പണ്ടത്തെ സിനിമയാണ്, അറിയാമല്ലോ. 4Kയിലേക്ക് വരുമ്പോൾ ആ ഒരു പാട്ട് കാര്യങ്ങൾ നമുക്കൊരു ഡിഫറെൻറ്റ് ഫീലാണ്. പഴയ സിനിമ വെച്ചാൽ ആരും കാണാണ്ടിരിക്കരുത്, എല്ലാവരും മസ്റ്റായിട്ട് വാച്ച് ചെയ്യാൻ വന്നിട്ട്. തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. മസ്റ്റായിട്ട് എല്ലാവരും വന്ന് കാണണം. അടിപൊളിയാണ്, സൂപ്പർ. ഇതെന്ന് പറയുന്നത് അക്കാലത്ത് പോലും അധികം ആൾക്കാർ സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടായിരുന്നല്ല. അപ്പോൾ നമ്മളിപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ പല പടത്തിൽ ഇപ്പോൾ ആക്ഷൻ സീനുകൊണ്ട് അങ്ങനെ പല സാധനം കൊണ്ട് നമുക്ക് ഇമോഷണലി ഒരു ഗൂസ് ബംപ് ഉണ്ടാകും. പക്ഷേ ഒരു മ്യൂസിക്കൽ പരമായിട്ട് ഈ പടം റീമാസ്റ്റർ ചെയ്തത് തന്നെ, അല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ടൊരു പോപ്പുലാരിറ്റി കിട്ടിയത് പറഞ്ഞ് തന്നെ ഇതിൻ്റെ ഒരു മ്യൂസിക്കിൻ്റെ പ്രത്യേകത ഉണ്ട്. അതായത് വിദ്യാസാഗറിൻ്റെ ഒരു മ്യൂസിക്കിൻ്റെ പ്രത്യേകത ഉണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ഈ 7 bells കാണാൻ വേണ്ടി ലാലേട്ടൻ രണ്ടാമത് പോയി കഴിയുമ്പോൾ ആ ഡോറ് തുറക്കുമ്പോൾ ഒരു BGM അത് നമ്മളിപ്പോൾ അത്ര അറ്റ്മോസ്ഫിയർ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഗൂസ് ബംപ് സംഭവമുണ്ട്. അത് ഈ മ്യൂസിക് മിക്സ് ചെയ്തേക്കുന്ന ആ ഒരു ലെവലിലാണ് അവർ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ആ സ്പടിയൊക്കെ അന്ന് ഓൾറെഡി തിയേറ്ററിൽ പോയി കണ്ട ആൾക്കാർ വിജയിച്ച പടം. പക്ഷേ ദേവദൂതൻ അതുപോലെ TV-യിലും അധികം ടെലികാസ്റ്റ് ചെയ്യുന്ന പടമല്ല, അതുപോലെ അന്നത്തെ കാലത്തും പടത്തിൽ തിയേറ്റർ വിജയിച്ച പടമല്ല. പക്ഷേ ഇത് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് വെർഷൻ ഇപ്പോൾ തിയേറ്റർ വരുമ്പോൾ മസ്റ്റായിട്ടും നമുക്ക് വേറൊരു ലെവൽ എക്സ്പീരിയൻസ് തന്നയിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ മസ്റ്റായിട്ട് തിയേറ്റർ ഡിമാൻഡ് ചെയ്യുന്നൊരു സിനിമയാണ്. അതിൻ്റെ ഈ അടുത്തിറങ്ങിയ മലയാള സിനിമയ്ക്ക് ഒരു ഇല്ലാത്ത രീതിയിലുള്ളൊരു ഓഡിയോ മിക്സിങ്ങും ക്ലാരിറ്റിയാണ് അതിന് കൊടുക്കുന്നത്.